ഹായ് ഗൈസ്, നമ്മളിന്ന് അയ്യപ്പൻമുടി എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. വളരെ പ്രകൃതിരമണീയമായ ഈ സ്ഥലം നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ടതാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരവും പ്രകൃതി രമണീയവുമായ ഒരിടമാണ് അയ്യപ്പൻമുടി. ഈ പേര് വന്നിട്ടുള്ളതിന് ഒരു ഐതിഹ്യമുണ്ട്. കാനനവാസനായ ശ്രീ അയ്യപ്പൻ വേട്ടയാടി നടക്കുന്നതിനിടയിൽ ഇവിടെയുള്ള നാടുകാണിമലയിൽ വിശ്രമിച്ചു എന്നും തുടർന്ന് നാട്ടുകാർ ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം നിർമ്മിച്ച് ആരാധിച്ചു വരുന്നു എന്നും ഈ പ്രദേശം അങ്ങനെ അയ്യപ്പൻമുടി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 700 അടി ഉയരത്തിലുള്ള ഒറ്റ കല്ലിൽ പരന്ന് വിസ്തൃതമായ പാറയാണ് ഇത്. ആരെയും ആകർഷിക്കുന്ന വിധം പ്രകൃതി സൗന്ദര്യം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാണ് ഇവിടം. പാറക്കെട്ടാണെങ്കിലും ഹരിതാഭയ്ക്ക് ഒരു കുറവുമില്ലാത്ത ഇവിടെ നിൽക്കുമ്പോൾ അമ്പരചുംബിയായ വൻമലയിൽ നിൽക്കുന്ന പ്രതീതിയാണ് ഉളവാകുന്നത്. മേഘങ്ങളെ കൈകൾ കൊണ്ട് തൊട്ടു തലോടാം എന്ന് തോന്നിപ്പിക്കുന്ന ഹൃദ്യമായ അനുഭവം ആസ്വദിക്കുവാനാകും. മൊട്ടക്കുന്നുകൾ പോലെ പാറമലകൾ ഉയർന്ന് വിസ്തൃതമായി കിടക്കുന്നത് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. ശബ്ദകോലാഹലങ്ങളില്ലാത്ത ഇവിടുത്തെ പ്രശാന്തതയിലും ശുദ്ധമായ വായുവിൻ്റെ ശ്വസനത്തിലൂടെയും മനസ്സ് ശാന്തിയുടെ കുളിർമയറിയും. ഏകാന്തത ഇഷ്ടപ്പെടുന്നവർക്കും ധ്യാനം പരിശീലിക്കുന്നവർക്കും സ്വർഗീയ അനുഭവം പ്രദാനം ചെയ്യുന്നതാണ് ഇവിടുത്തെ അന്തരീക്ഷം. അതിനുദാഹരണമായി പണ്ട് മഹാമുനികളും യോഗീശ്വരന്മാരും തപസ്സനുഷ്ഠിച്ചിരുന്ന മുനിയറകൾ ഇവിടെ ദർശിക്കാം. പ്രഭാതത്തിലെ കളകൂജനങ്ങളും ശീതക്കാറ്റും ഏറെ അനുഭൂതി നൽകുന്നതാണ്. ഒപ്പം മലമുകളിൽ നിന്നുള്ള സൂര്യോദയവും അസ്തമന കാഴ്ചയും മറക്കാനാകാത്ത അനുഭവമാകും. ഇവിടുത്തെ പ്രഭാതത്തിലും സന്ധ്യയിലുമുള്ള ആകാശക്കാഴ്ചകൾ നമ്മെ അതിശയിപ്പിക്കുന്നതാണ്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന താഴ്വരകളുടെ ദൃശ്യഭംഗി എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. കാഴ്ചകളുടെ വ്യത്യസ്തതകൾ ഒരുക്കുന്ന അയ്യപ്പൻമുടി വിനോദസഞ്ചാരികൾക്കും ചരിത്രാന്വേഷകർക്കും ഒരു മുതൽക്കൂട്ടാണ്. കുത്തനെയുള്ള പാറക്കെട്ടുകളിലൂടെയുള്ള കയറ്റം കായിക പ്രേമികളെയും ആകർഷിക്കുന്നതാണ്.
ഏതു വേനലിലും വറ്റാത്ത ചെറിയ ഒരു കുളമാണ് ഇവിടുത്തെ മറ്റൊരാകർഷണം. ഈ പാറക്കെട്ടിൻ്റെ ഒരു വശത്ത് കടുവയള്ള് എന്ന വലിയ പൊത്തും മറ്റൊരു ഭാഗത്ത് നായ്ക്കൾക്ക് ഉരുള വെച്ചിരുന്ന ഉരുളക്കല്ലും കാണാം. മനുഷ്യനിർമ്മിതിയല്ലാത്ത പ്രകൃതി ഒരുക്കിയ ഈ ദൃശ്യ സൗന്ദര്യം കാണികളുടെ മനം കവരുമെന്നത് തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ കാറ്റുകൊണ്ടിരുന്ന് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണിത്. കൂടാതെ ഇവിടെ നിന്ന് നോക്കിയാൽ മഞ്ഞണിഞ്ഞ ഹൈറേഞ്ച് മലകളും ദൃശ്യ സൗന്ദര്യ കാഴ്ചയാകുന്നു. ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് സമീപ പ്രദേശങ്ങളായ ഭൂതത്താൻകെട്ട് ഡാം, തട്ടേക്കാട് പക്ഷി സങ്കേതം, നാടുകാണിമല എന്നിവിടങ്ങളിലും സന്ദർശിക്കുവാൻ സൗകര്യമാണ്. ഈ അയ്യപ്പൻമുടി എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ കോതമംഗലം ചേലാട് റോഡിലൂടെ സുമാർ 2 കിലോമീറ്റർ ചെല്ലുമ്പോൾ ഉള്ള ഇലവുംപറമ്പ് എന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും വലത്തോട്ടുള്ള 2 കിലോമീറ്റർ പോയാൽ അയ്യപ്പൻമുടിയുടെ അടിവാരത്തെത്താം. അപ്പോൾ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഐതിഹ്യങ്ങളൊക്കെ ചേച്ചിക്ക് അറിയാമോ? ചേച്ചി ഇവിടെ ജനിച്ചു വളർന്നയാളല്ലേ? ഒന്ന് പറയാമോ? ഞങ്ങൾ ജനിച്ച കാലം മുതൽ ക്ഷേത്രമൊക്കെ കാണാറുണ്ട്. 4 ചുമരായിട്ട് ഇങ്ങനെ ഇഷ്ടിക വെച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയാണ് ക്ഷേത്രങ്ങൾ ഇപ്പോൾ പണിതത്, നന്നായിട്ട് പണിതത്. ആളുകളൊക്കെ ഒരുപാട് പേര് വരാറൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ പണ്ട് പഴമക്കാരെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞ് കേട്ടുള്ള അറിവുകളോ ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ എല്ലാവർക്കും പ്രയോജനപ്പെടും. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും അറിയാമല്ലോ? പണ്ടത്തെ കാലത്ത് ഇവിടെ ഒന്ന് കുളിക്കാനല്ലാതെ ഇവിടെ ആരും വരാറില്ല. പൈശാചികമായിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് കേട്ട് കഴിവില്ലേ? കേട്ട് കഴിവില്ല, കുറേ അനുഭവങ്ങളുണ്ട്. ഞങ്ങളിവിടെ വന്നു. ഇവിടെ 83-ൽ ഞങ്ങൾ ഇവിടെ താമസം വെച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ജനിച്ചു വളർന്നാണെങ്കിലും ഇങ്ങോട്ടൊന്നും ഒരു കന്നാലി നോക്കാൻ പോലും ആൾക്കാർ കടത്തി വിടാറില്ല. പണ്ട് കടുവയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മനുഷ്യ സഞ്ചാരമൊന്നും ഇല്ലാത്തരം കൊണ്ട് ഇപ്പോൾ അങ്ങനെ മറ്റ് പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? ഇപ്പോൾ ഈ കറണ്ടും വെട്ടമൊക്കെ വന്ന ആൾക്കാരൊക്കെ താമസമായി കഴിയുമ്പോൾ ഇവിടെ പൊതുവെ ഒരു 3-4 വീടുകൾ അവിടെ ഉണ്ടായിരുന്നു. പണ്ട് പോത്ത് നോക്കാൻ മാത്രമായിട്ട് ആൾക്കാർ വരുമായിരുന്നുള്ളൂ. ഒരു തൊണ്ടായിരുന്നു, ഈ റോഡ് തന്നെ തൊണ്ടായിരുന്നു ഞങ്ങളുടെ ചെറുപ്പകാലത്ത്. അപ്പം ഞാൻ ഈ പ്രദേശത്തെ പറ്റി ഇങ്ങനെ ഇത് എഴുതിയപ്പോൾ, പണ്ടുള്ള കാലം വഴി നടന്നാൽ കണ്ണുകെട്ടിയിടുന്ന ഈ പ്രദേശം, മനുഷ്യർ പാർക്കാത്ത ഈ പ്രദേശം, പണ്ട് കടുവകൾ വാണിടും ഈ പ്രദേശം, ഇന്ന് ലോകപ്രസിദ്ധമാം ഈ പ്രദേശം, വന്ന് കാണാൻ കൊതിക്കുന്ന ഈ പ്രദേശം. ഈ പ്രദേശത്തിൻ്റെ പ്രകൃതി തന്നെ ആകെ മാറി മറിഞ്ഞു വന്നു. വളരെ വളരെ രസകരമായിട്ട് ചേച്ചി ഇതിനെക്കുറിച്ച് പാടിയിട്ടുണ്ട്. വളരെ ഇത് എല്ലാവർക്കും, ഇത് കാണുന്ന എല്ലാവർക്കും വളരെ സന്തോഷമായിരിക്കും. കാരണം ഈ പ്രദേശത്തെക്കുറിച്ചുള്ള ഐതിഹ്യം അതുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ മനോഹരമായിട്ട് പാടി. അപ്പോൾ വളരെ സന്തോഷം.